അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. നോക്കൂ, ഈ കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന സംഘർഷങ്ങൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജോസ് എന്താ ഐഡിയ പറയാണ്ട് എന്താ ജോസേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മിലിറ്ററി പെർസ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ ഈ പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന കാര്യത്തിൽ ഇസ്രായേലിനുള്ള അപ്പർ ഹാൻഡ് ലോകത്ത് നിലനിൽക്കുന്ന അപ്പർ ഹാൻഡ് അതിപ്പോഴും അതേ നിലയിൽ കൂടുതൽ തീവ്രമായി, കൂടുതൽ ശക്തമായി, കൂടുതൽ പ്രിസൈസായി, മെറ്റിക്കുലസായി അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ശേഷം അത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫെയിലർ ആയിരുന്നു. അവർ ഇന്റലിജൻസ് ഫെയിലർ ആയിരുന്നു, മിലിറ്ററി ഫെയിലർ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇസ്രായേൽ നടത്തിയിട്ടുള്ള തിരിച്ചടികൾ എടുത്തു നോക്കുക. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല മുതലാളി, എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ഓരോ സന്ദർഭത്തിലും ഈ മെറ്റിക്കുലസ് പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള എന്താണ് അങ്ങേയറ്റ സ്മാർട്ടായിട്ടുള്ള അവരുടെ മിലിറ്ററി മനോവർ അത് നമ്മൾ കണ്ടതാണ്. ഈ അലവലാതിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഹസൻ നസ്രള്ളയുടെ വധം, ലെബനിൽ നടത്തിയുള്ള പേജർ ആക്രമണം, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, തെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ കൊന്നത്, ഇങ്ങനെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് സൂക്ഷ്മമായി ചെന്ന് ഓപ്പറേഷൻ വിജയിപ്പിക്കുക എന്ന കാര്യത്തിൽ ഇസ്രായേലിനുള്ള എഡ്ജ്. കക്കാൻ മാത്രമല്ല നിൽക്കാനും പഠിച്ചവനാ നീ. ആ നിലക്ക് നോക്കുമ്പോൾ ഈ സർവിലൻസിന്റെ കാര്യത്തിൽ ഈ നിലക്കുള്ള ഇന്റലിജൻസ് വിടവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി, വളരെ മെറ്റിക്കുലസ് ആയി ആക്രമണം നടത്തുവാനുള്ള ഇസ്രായേലിന്റെ ശേഷി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. സുനിത ദേവദാസ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇങ്ങനെയാണ്: തലകുനിക്കാതെ മടക്കം, എനിക്ക് ഇഷ്ടമാണ് ഈ പോരാളിയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തേനും പാലും ഒഴുകുന്ന രീതിയിൽ നിൽക്കുകയാണ്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഒരു റൊമാൻറ്റിസൈസേഷൻ നടക്കുന്നു. ആരോടുള്ള? ഒരു ഭീകരവാദിയോട്, ഒരു ജിഹാദി തെണ്ടിയോട്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ പറയുന്ന ജൂതവിരുദ്ധത അത് പൊക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു ജന്തു. ഈ ജന്തു ഇവിടെ ചാവുമ്പോൾ അയാളുടെ ഫോട്ടോ വെച്ചിട്ട് പോരാളി എന്ന് വിളിക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഈ പണിക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊടുപ്പാണ്, ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? അതിന് കുറച്ചും കൂടി സംസ്കൃതത്തിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേവദാസി എന്ന് പറയാം. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. 2, ഈ ജിഹാദി ബലാത്സംഗം ചെയ്ത് കൊന്ന പെൺകുട്ടികൾ എത്രയാണെന്ന് അറിയോ? അതിന് ഉത്തരവിട്ട ആളും കൂടിയാണ് ഇയാള്. നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. അങ്ങനെ വധശിക്ഷയ്ക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് പെൺകുട്ടികൾ വിർജിൻസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പട്ടാളക്കാരെല്ലാം ഒരാളെ പിടിച്ചിട്ട് അങ്ങ് അവിടുന്ന് ഒരു ടെമ്പററി മാരേജ് നടത്തിയിട്ട് അവിടുന്ന് തന്നെ കൺസുമേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ വെച്ച് പൂശും. இப்பதான் உன்னை சரியா புரிஞ்சுக்கிட்டேன். நீ தப்பானவன். நீ தப்பானவன் தான். എന്നിട്ട് പൂശിയിട്ട് കൊല്ലും. എന്തിനാണ്? എന്നാലാണ് അവിടെ മരിച്ചു ചെല്ലുമ്പോൾ ആ പെൺകുട്ടിക്ക് ഹൂറന്മാരെ കിട്ടുള്ളൂ എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്കുക, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയുക. ആളുകൾ, അവരുടെ മക്കൾ, ആ ഒരു പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരോട് തന്നെ നേരിട്ട് നമ്മൾ സംസാരിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ ജനത ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. കഴിവേറി പോലെ നീയൊന്നും ഗുണം പിടിക്കൂല, ഈ ഗുണം പിടിക്കും. ആ നാട്ടുകാർക്ക് വേണ്ടാത്തൊരു തെണ്ടിയാണ് അവിടെ തട്ടിയത് എന്ന് പറയാൻ ഈ സുനിതയ്ക്ക് പറ്റുന്നില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. മഹസാനിയുടെ കഥ പറഞ്ഞാൽ വലിയ തമാശയാണ്. കാരണം തട്ടമിട്ടിട്ടില്ല എന്നല്ല, തട്ടം മര്യാദക്കിട്ടില്ല, ഹിജാബ് മര്യാദക്കിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ തല്ലിക്കൊന്നു. പിന്നെ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. സുനിതയുടെ അന്നത്തെ മുങ്ങൽ നമ്മൾ മറന്നിട്ടില്ല. അന്ന് നമ്മൾ ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ. അതായത്
ഈ ഒരു ഹിജാബ് അണിഞ്ഞുകൊണ്ട് അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു മതവസ്ത്രം എന്ന ഒരു രീതിയിൽ ഇരിക്കെ, അതിൻ്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥയോടെ ഉണ്ടായിരിക്കെ, ആ ഒരു സംഗതി മുഖത്ത് നോക്കി പറയാൻ, മഹസാമിനിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ത്രാണി ദേവദാസിനുണ്ടോ എന്ന് നമ്മൾ അന്ന് ചോദിച്ചിരുന്നു. ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്നുരുളുക, അതേ രക്ഷയുള്ളൂ. ജിഹാദി കൂട്ടിക്കൊടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ദേവദാസ് കടൽ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശാര് തരുന്നു അവരോടൊപ്പം ഞാൻ. ദേവദാസി എന്ന് വിളിക്കുമ്പോൾ വലിയ വിഷമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ദേവദാസ് കടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാട്ടോ. സി അപ്പോ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെ വന്നിട്ട് സംഗി വങ്കി എന്ന് വിളിച്ചാൽ നമ്മളിപ്പോൾ അങ്ങ് പാലും ചുരുട്ടി ഓടുന്നതാണ്. ഞാൻ സംഗി തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സംഖ്യയാവുന്നുണ്ടെങ്കിൽ ഞാൻ വെറും സംഖ്യയല്ല, സംഖ്യയുടെ അപ്പനാണ് എൻ്റെ പൊന്ന് സുനിത. സത്യത്തിൽ എന്താണോ ജിഹാദികൾ പറയുന്നത് അത് അതേപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങുക മാത്രമല്ല, എന്നിട്ട് അത് അതേപോലെ ഛർദ്ദിച്ചു വെക്കുന്ന വെറും ഒരു നാലാംകിട, തേർഡ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. എന്റെ ചത്തുപോയ തന്തയുടെ ഒസ്യത്ത് പ്രകാരം നിനക്ക് മാസപ്പടി അവനാണല്ലോ എണ്ണിത്തരുന്നത്. അപ്പൊ നന്ദിയുള്ള നായായിട്ട് നീ എന്നും കാവൽ വേണം. ഒരു ഫോർത്ത് റേറ്റ് ഒരു ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് സത്യത്തിൽ ഇവിടെ ജിഹാദി ഈ സുനിത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. ഈ ജാതി സാധനമൊന്നും അറിയാതെ ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആ പണിക്ക് ഒരു ഇസ്ലാമിക് വേർഷൻ ഒരു പേരിടണം എന്നുണ്ടെങ്കിൽ അതിന് പച്ചയ്ക്ക് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സാധനമാണ് എന്ത്? ജിഹാദി ദേവദാസി പണി എന്ന് പറയാം. പിന്നെ ബിസ്മയം പോലെ കളവൻ, നമ്മളെ ബിസ്മയം പോലെ താലിബാൻ എന്ന് പറയുന്ന മാതിരി ബിസ്മയം പോലെ കളവൻ. ആശാൻ അവിടെ പൂശാൻ തുടങ്ങി, അത് വേറെ കാര്യം. പക്ഷെ താത്താക്ക് ഇപ്പോഴും ഇത് എന്താണ്, ബിസ്മയമായിട്ടാണ് നിലനിൽക്കുന്നത്. ുള്ളത് ഏതായാലും ഞാനൊരു വെല്ലുവിളി വെക്കാണ്. സുനിതയ്ക്കോ ഈ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. സുനിതയ്ക്ക് കുട്ടികളുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞു വെക്കാണ്, സുനിതയുടെ മക്കൾ ഭാവിയിൽ എൻ്റെ ഈ മലയാളത്തിലുള്ള വീഡിയോ അതെടുത്തിട്ട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ ഉണ്ടാവുമാണ്. അത് ന്യായം. എന്തുട്ടൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു കൂട്ടി, എൻ്റെ പൊന്നെ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുമാണ്. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്ത് പോലും എന്ന് വെച്ചാൽ വെറുതെ ഒന്നുമല്ല, ഈ കൊന്നിട്ട് അവരുടെ ശവശരീരം കിട്ടാൻ പൈസ ചോദിക്കുന്ന കൊമനൈ, ആ കൊമനിയാണ് ബഹുമാനം തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടത് അയണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. സ്വന്തം ജനതയുടെ ശവശരീരം അത് വെച്ചിട്ട് വില പേശി കാശുണ്ടാക്കുന്ന ഒരു കിളവനെയാണ് ഇതേപോലെ പറഞ്ഞിട്ട്, കിളവൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഹിറ്റ്ലർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ആളെയാണ് ഇവിടെ എനിക്കിഷ്ടമാണ്, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത്ര അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. കാലെ പിടിച്ച് നിലത്ത് വെച്ചിട്ട് ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴപ്പോള കീറി നടക്കും, പടപട വലിച്ചു കീറണം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.